അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1484. സൂറത്തുൽ ഇസ്രാ 4 മുതൽ 8 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقضينا إلى بني إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن علوا كبيرا فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا إن أحسنتم لأنفسكم وإن أسأتم فلها فإذا جاء وعد الآخرة ليسوءوا وجوهكم وليدخلوا المسجد كما دخلوه أول مرة وليتبروا ما علوا تتبيرا عسى ربكم أن يرحمكم وإن عدتم عدنا وجعلنا جهنم للكافرين حصيرا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وقضينا إلى بني إسرائيل في الكتاب. ഗ്രന്ഥത്തിലൂടെ ഇസ്രായേല്യർക്ക്, തൗറാത്ത് എന്ന ഗ്രന്ഥത്തിലൂടെ ഇസ്രായേല്യർക്ക് നാം വിധി കൽപ്പിച്ചു. ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ, നിങ്ങൾ 2 വട്ടം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും എന്ന്. വലതഅലുന്ന ഉലുവൻ കബീറ, നിങ്ങൾ വല്ലാതെ മേൽക്കൊയ്മ നടിക്കുകയും ചെയ്യും എന്ന്. ഫൈദാ ജാഅ വഅദു ഊലാഹുമാ, ആ 2 സന്ദർഭത്തിലെ ആദ്യത്തേതിന്റെ സമയമായി കഴിഞ്ഞാൽ ബഅസ്നാ അലൈക്കും ഇബാദൻ ലനാ, നമ്മുടെ ചില അടിമകളെ നിങ്ങൾക്കെതിരിൽ നാം നിയോഗിക്കും. ഉലീ ബഅസിൻ ശദീദ്, ശക്തമായ ആക്രമണശേഷിയുള്ള ചില ആളുകളെ നിയമിക്കും. ഫജാസു ഖിലാലദ് ദിയാർ, അങ്ങനെ അവർ നിങ്ങളുടെ വീടുകൾക്കിടയിൽ പ്രവേശിച്ച് നിങ്ങളവർ തെരഞ്ഞുപിടിക്കും. വക്കാന വഅദൻ മഫ്ഊല, അത് പ്രയോഗവൽക്കരിക്കപ്പെടുന്ന, നടപ്പാക്കപ്പെടുന്ന വാഗ്ദാനമാണ്. സുമ്മ റദദ്നാ ലക്കുമുൽ കർറത അലൈഹിം, പിന്നീട് അവർക്കെതിരിൽ നിങ്ങൾക്ക് നാം ശക്തി മടക്കിത്തരും. വഅംദദ്നാകും ബി അംവാലിൻ വബനീൻ, സന്താനങ്ങൾ കൊണ്ടും സമ്പത്തുക്കളെ കൊണ്ടും നിങ്ങൾക്ക് നാം സഹായം ചെയ്യുകയും ചെയ്യും. വജഅൽനാകും അക്സറ നഫീറ, നിങ്ങളെ നാം ഏറ്റവും വലിയ സംഘശേഷിയുള്ളവരാക്കുകയും ചെയ്യും. ഇൻ അഹ്സൻതും, നിങ്ങൾ നന്മ ചെയ്താൽ അഹ്സൻതും ലി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ ആ നന്മ ചെയ്യുന്നത്, അഥവാ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. വൈൻ അസഅതും ഫലഹ, ഇനി നിങ്ങൾ തിന്മ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ദുരിതവും നിങ്ങളുടെ ശരീരത്തിനു തന്നെയാണ്. ഫൈദാ ജാഅ വഅദുൽ ആഖിറത്തി, രണ്ടാമതൊരു തവണ കൂടി നിങ്ങൾ അതിക്രമം കാണിക്കുന്നതിന്റെ സമയമെത്തിയാൽ ലിയസൂഉ വുജൂഹക്കും, നിങ്ങളെ അവർ ഫൈദാ ജാഅ വഅദുൽ ആഖിറത്തി, രണ്ടാം തവണ ഉള്ള കുഴപ്പത്തിന്റെ സന്ദർഭമാകുമ്പോൾ ലിയസൂഉ വുജൂഹക്കും, നിങ്ങളെ അപമാനിതരാക്കാനും വലിയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലൂഹു അവ്വല മർറത്തിൻ, ആദ്യ തവണ പള്ളിയിൽ കടന്ന പോലെ തന്നെ 2ാം വട്ടം പള്ളിയിൽ പ്രവേശിക്കാനും അവർക്ക് ആ അക്രമകാരികൾക്ക് നാം സൗകര്യമൊരുക്കി കൊടുക്കും. വലിയുതബ്ബിറു മാ അലൗ തത്ബീറ, നിങ്ങൾ കൈയടക്കിയതിനെല്ലാം
സംഹരിക്കാനും അവർക്ക് സാധിക്കുന്ന വിധത്തിലുള്ള ശക്തിയെ നാം നിയോഗിക്കും. അസാ റബ്ബുക്കും അയ്യർഹമക്കും, നിങ്ങളുടെ നാഥനായ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചേക്കും. വൈൻ ഉഴ്ത്തും ഉഴുതിന, എന്നാൽ നിങ്ങൾ അതിക്രമത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങിയാൽ ശിക്ഷയിലേക്ക് നാമും മടങ്ങും. വജഅൽനാ ജഹന്നമ ലിൽ കാഫിരീന ഹസീറ, ജഹന്നം എന്ന നരകത്തെ സത്യനിഷേധികൾക്കുള്ള തടങ്കൽ പാളയമാക്കി നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ കഴിഞ്ഞ സൂക്തങ്ങളിൽ ഇസ്രായേലിയർക്ക് തൗറാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്നും അതവർക്ക് മാർഗദർശനമായിരുന്നുവെന്നും അവരെ നന്മയിലേക്ക് നയിക്കാനുള്ള ഉത്ബോധനങ്ങളുമായി അവർക്ക് ഏറ്റവും വലിയ മാർഗദർശകനായി മൂസാ അലൈഹിസ്സലാം കൂടെ ഉണ്ടായിരുന്നുവെന്നും ആണ് കഴിഞ്ഞ സൂക്തങ്ങളിൽ അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹമായി അള്ളാഹു പറഞ്ഞത്. എന്നാൽ ഇസ്രായേലികൾ പലപ്പോഴും ഈ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുകയും പ്രവാചകാധ്യാപനങ്ങളെ സ്വീകരിച്ച് തൗറാത്ത് എന്ന ഗ്രന്ഥത്തിലെ ഉത്ബോധനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ പലപ്പോഴും അതിന് വിരുദ്ധമായ സ്വഭാവം സ്വീകരിച്ച് മുന്നോട്ടു പോവുകയാണ് ചെയ്തത്. അങ്ങനെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചും പടച്ചവന്റെ നിയമങ്ങളെ വെല്ലുവിളിച്ചും മുന്നോട്ടു പോകാനുള്ള നിലപാട് സ്വീകരിക്കുകയും അവർക്ക് ലഭിച്ചിരുന്ന ഭൗതിക സൌകര്യങ്ങളൊക്കെ അഹങ്കാരത്തിന്റെയും അക്രമത്തിന്റെയും മാർഗമാക്കി മാറ്റുകയും ചെയ്തപ്പോൾ ഈ അക്രമികളെ പിടിച്ചുകെട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ശക്തിയെ നിയോഗിക്കുകയുണ്ടായി. ആ ശക്തി ഇവരുടെ ഇടയിലേക്ക് കടന്നുവന്ന് ഇവരെ അടപടലം നശിപ്പിക്കുകയും എല്ലാ അർത്ഥത്തിലുള്ള നാശത്തിന്റെ സാഹചര്യങ്ങൾ അവർക്കുണ്ടാക്കുകയും ചെയ്തു. ബൈത്തുൽ മുഖദ്ദസ് എന്ന മസ്ജിദുൽ അഖ്സ തകർക്കുന്നതുൾപ്പെടെ, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുന്നതുൾപ്പെടെ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം നിർദാക്ഷിണ്യം കൊന്നു തള്ളാൻ കുടിച്ച് അറപ്പ് തീർന്നൊരു വിഭാഗം എന്ന രൂപത്തിൽ ഇവർക്കെതിരെ അതിക്രമത്തിന്റെ ശൈലി സ്വീകരിച്ചു. ആദ്യമായി വന്നത് ആരായിരുന്നു? ഇവർക്കെതിരെ അക്രമം ചെയ്യാൻ എന്നതിൽ രണ്ടു പക്ഷമുണ്ട്. ഒന്ന് ബുഖ്തുനസർ എന്ന് പറയുന്ന ബാബിലോണിയൻ രാജാവും അതേപോലെ അദ്ദേഹത്തിന്റെ പട്ടാളവുമാണ് എന്നാണ് ഒരു പക്ഷം. മറ്റൊരു പക്ഷം ജാലൂത്ത് എന്ന് പറയുന്നയാളും അയാളുടെ സൈന്യവുമാണ് എന്നാണ്. എന്തായാലും ജാലൂത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരക്രമവും അതേപോലെ ബുഖ്തുനസറിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു അക്രമവും ഇസ്രായേലികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ രണ്ടു ശക്തികളെ കൊണ്ടും അവർ ഉപദ്രവിക്കപ്പെട്ടതിന്റെ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടതിന്റെ കാരണം ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതിന് പകരം അവർ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കുകയും അധികാരവും സ്വാധീനവും ഇവരുടെ കൈകളിൽ വന്നുപെട്ടപ്പോൾ ആ അധികാരവും സ്വാധീനവും ഇല്ലാത്ത ആളുകളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുന്നതിനുള്ള ശൈലി ഇവർ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഇവരെക്കാൾ ശക്തന്മാരായിട്ടുള്ള ചിലരെ ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ തകർത്തു കളഞ്ഞു. ഒരു ഘട്ടത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടായി. പിന്നീട് അവർക്ക് മനസ്താപമുണ്ടായി. ഞങ്ങൾ ചെയ്തു പോയതൊക്കെ തെറ്റായിപ്പോയി എന്ന ധാരണ അവർക്ക് വന്നു. അവർ നല്ല മനുഷ്യന്മാരായി ജീവിക്കുന്ന രീതിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട പ്രതാപവും അതേപോലെ ഫോമും ഒക്കെ അല്ലാഹു തആല തിരിച്ചു കൊടുത്തു. പക്ഷേ വീണ്ടും അവർക്ക് സൌകര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടായപ്പോൾ പഴയ അഹങ്കാരത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങുന്ന രീതി വന്നു. അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഇവരെ കൈകാര്യം ചെയ്യാനും ഇവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും മറ്റൊരു വിഭാഗത്തെ അല്ലാഹു നിയോഗിച്ചു. ഇതിലിപ്പോ ബുഖ്തുനസറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ജാലൂത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും അവർ രണ്ടു കൂട്ടരും അങ്ങേയറ്റം പ്രഹരശേഷിയുള്ള ശത്രുക്കളാണ്. അവരുടെ എതിരാളികളെ നിഷ്കാസനം ചെയ്യാനും അവരെ അങ്ങേയറ്റം ഉപദ്രവിക്കാനും വലിയ ശക്തിയുള്ള ആളുകളായിരുന്നു അവർ. ആ രണ്ടു കൂട്ടരുടേതായിട്ടുള്ള കയ്യേറ്റം ഇവർക്ക് നേരെ വന്നപ്പോൾ പ്രതികരിക്കാനോ പിടിച്ചു നിൽക്കാനോ സാധിക്കാത്ത വിധം ഇവർ പരാജയത്തിന്റെ കയ്പുനീര് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന സംഗതി, ഇസ്രായേലികൾ എന്ന് പറയുന്ന വിഭാഗം അവര് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു വിഭാഗമാണ്. അല്ലെ, സമൂഹത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നൂഹ് അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സമൂഹമാണ് ഇസ്രായേലിയർ.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അഹങ്കാരത്തിന്റെ വല്ലാത്തൊരു ശൈലി, എല്ലാവരെയും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തണമെന്ന ഒരു ചിന്ത, ഒരാഢ്യ സ്വഭാവം അരുതെന്ന് പറയുന്ന പണ്ഡിതന്മാർ, പ്രവാചകന്മാർ യഹ്യാ നബി അലൈഹിസ്സലാമിനെ, സക്കരിയ നബി അലൈഹിസ്സലാമിനെ, യഹ്യാ നബി അലൈഹിസ്സലാമിനെ, ഒരഭിപ്രായത്തിൽ അർമിയാ അലൈഹിസ്സലാമിനെ അടക്കം ധാരാളം നബിമാരെ കൊന്നുകളയുന്നത് അടക്കമുള്ള എന്ന് പറഞ്ഞാൽ അവരോട് അരുതായ്മയിലേക്ക് പോകരുത്, അക്രമത്തിന്റെ പാത സ്വീകരിക്കരുത് എന്ന് സതുപദേശം നൽകിയിട്ടുള്ള മഹാമനീഷികളെ കൊന്നു തള്ളുന്നതിന് പോലും മനസാക്ഷിക്കുത്തില്ലാത്ത ഒരു അധമന്മാരായി ആ ഇസ്രയേലികൾ മാറുന്ന ഘട്ടം വന്നു. അത്തരമൊരു ഘട്ടം വന്നപ്പോൾ അതിന് അല്ലാഹു തആല അവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് ബാബിലോണിയൻ ചക്രവർത്തിയായിട്ടുള്ള ബുഖ്തുനസറിനെ നിയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കണം, ബുഖ്തുനസറിന്റെ പട്ടാളം അതിശക്തരായിട്ടുള്ള പട്ടാളമാണ്. അവര് വന്നങ്ങ് നിരത്താൻ തുടങ്ങിയപ്പോ, അഴിഞ്ഞാട്ടം തുടങ്ങിയപ്പോ പിന്നെ ഈ അഹങ്കാരികളെന്ന് നേരത്തെ പറഞ്ഞിരുന്ന ഇസ്രയേലികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു എന്ന് മാത്രമല്ല, ഇസ്രയേലികളുടെ സകല സാമ്രാജ്യവും അവർ പിടിച്ചടക്കുന്ന രീതിയാണ് പിന്നീടുണ്ടായത്. പള്ളിയും അതേപോലെ ബൈത്തുൽ മുഖദ്ദസും പരിസരവും അതുപോലെ തന്നെ കെട്ടിടങ്ങൾ എല്ലാം തന്നെ അവരവരുടെ പരിധിയിലാക്കുകയും സിവിലിയന്മാരെ വരെ കൊലപ്പെടുത്തുന്ന രീതി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം വംശനാശം വരുത്തുന്ന രീതി സ്വീകരിക്കുകയും നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ അവർക്ക് അടിമപ്പണി എടുക്കുന്നതിന് വേണ്ടി അവരുടെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചത്. ഇവരുടെ കയ്യിലിരിപ്പിന് കിട്ടിയിട്ടുള്ള പ്രതിഫലം എന്ന് തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. എന്നാൽ ആ ഒരു അവസ്ഥക്ക് അവർ കുറച്ചു കാലം സ്വാഭാവികമായിട്ടും ശിക്ഷ കിട്ടി, തിരിച്ചടികൾ വന്നു കിട്ടിയപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ കയ്യിലിരിപ്പിന്റെ മോശം കൊണ്ട് തന്നെയാണെന്ന് തിരിച്ചറിവ്. ഇസ്രയേലികൾ അങ്ങനെയാണ്, അവരെത്ര കണ്ടാലും പിന്നെ പഠിക്കാതെ വീണ്ടും തെറ്റ് ചെയ്യും. പക്ഷെ തെറ്റിന് ശിക്ഷ കിട്ടി തുടങ്ങിയാൽ അവർക്ക് ഉടനെ തന്നെ മനസ്സിലാവുന്നത് ഞങ്ങളെ കയ്യിലിരിപ്പുകൊണ്ട് വന്നതാണ്. അപ്പൊ വീണ്ടും നന്മയിലേക്ക് തിരിച്ചു വരുന്ന ഒരു രീതി സ്വീകരിക്കും. നന്മയിലേക്ക് തിരിച്ചു വന്ന് നല്ലവരായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു വീണ്ടും അനുകൂല ഘടകങ്ങളൊക്കെ നൽകിയാലോ പഴയ ദുസ്വഭാവത്തിലേക്ക് വീണ്ടും മടങ്ങും. അങ്ങനെയുള്ളൊരു സ്വഭാവം അവർ സ്വീകരിക്കും. അങ്ങനെ അവർക്ക് പുറത്തുപോയവർ തിരിച്ചെത്തുകയും പലരുടെയും സഹായത്തോടുകൂടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഉണ്ടായപ്പോൾ പിന്നെ ബാബിലോണിയക്കാരെ, അതായത് ബുഖ്തുനസറിന്റെ സംഘത്തെ തുരത്തി അവിടെ വീണ്ടും തങ്ങളുടേതായിട്ടുള്ള ആധിപത്യം ഉറപ്പിക്കാൻ അവസരമുണ്ടായി. ഇസ്രയേലികൾക്ക് വീണ്ടും അധികാരത്തിന്റെയും അതേപോലെ തന്നെ സ്വാധീനത്തിന്റെയും ഒക്കെ സ്ഥിതി തിരിച്ചു കിട്ടിയപ്പോ, പഴയ ഫോമിലേക്ക് അവരെത്തിയപ്പോ അവർ വീണ്ടും പഴയ അഹങ്കാരത്തിന്റെ രീതി തന്നെ സ്വീകരിക്കുകയും അക്രമവും അനീതിയും അവർ നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് ചെയ്യരുതെന്ന് വിലക്കിയ പണ്ഡിതന്മാർ അതേപോലെ തന്നെ നബിമാർ ഒന്നാം ഘട്ടത്തിൽ അവർ സക്കരിയ നബി അലൈഹിസ്സലാമിനെയും രണ്ടാം ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാമിനെയും ഒക്കെ കൊന്നുകളയുന്ന രീതി അവർ സ്വീകരിച്ചുവെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ പണ്ഡിതന്മാരെ അതുപോലെ തന്നെ പ്രവാചകന്മാരെ കൊന്നു തള്ളുന്ന രീതി അവർ സ്വീകരിച്ചപ്പോൾ ആളുകളെ വീണ്ടും കൈകാര്യം ചെയ്യുന്നതിനാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ജാലൂത്തിന്റെ സംഘത്തെ നിയോഗിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിൽ ആദ്യം റോമൻ സംഘമോ അഥവാ ജാലൂത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമോ ആ ബുഖ്തുനസറിന്റെ സംഘമോ അതല്ല പിന്നെ തിരിച്ചോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില വ്യത്യസ്ത വീക്ഷണമുണ്ട് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. രണ്ടായാലും ഈ രണ്ടു പ്രഹരശേഷി ശക്തമായിട്ടുള്ള ടീം ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുകയും രണ്ട് തവണ പരാജയത്തിന്റെ വല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അതിക്രമത്തിന്റെയും കുഴപ്പത്തിന്റെയും രീതി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ അവര് മുന്നോട്ട് പോയി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കടുത്ത അഡ്രസ് തെറിപ്പിക്കുന്ന വിധത്തിലുള്ള ശിക്ഷകൾ നൽകി അവസാനം അവർ വീണ്ടും നന്മയുടേതായിട്ടുള്ള സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ അല്ലാഹു തആല വീണ്ടും സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള അവസരമുണ്ടാക്കി. എന്നാൽ പിന്നെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലമാകുമ്പോഴേക്ക് അവരുടെ സ്ഥിരം ജന്മസിദ്ധമായിട്ടുള്ള ദുസ്വഭാവം അത് പുറത്തെടുക്കാൻ മദീനയിലും ചില തറവേലകൾ അവർ കാണിക്കുകയും അവസാനം പിന്നെ ബനൂ ഖുറൈളയെ നശിപ്പിക്കുകയും ബനുൽ നദീറിനെയൊക്കെ പിന്നെ നാടുകടത്തുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് സ്വീകരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തത് ചരിത്രമാണ്. എന്നാൽ
പിന്നീടും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യങ്ങളൊക്കെ നൽകുന്ന രീതി ഒരു പക്ഷേ സ്വീകരിച്ചേക്കും എന്ന് ഖുർആൻ ഇവിടെ ആവർത്തിച്ചു പറയുന്നു. അതാണ് ഈ ചരിത്രത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ചെറിയ രൂപം. നമുക്കൊന്നുകൂടി ഈ ആയത്തുകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഖലൈന, നാം വിധി പ്രഖ്യാപിച്ചു ഇലാ ബനി ഇസ്രാഈല, ഇസ്രായേലികളിലേക്ക് ഫിൽ കിതാബി, തൗറാത്തിലൂടെ. എന്താണ്? ലതുഫ്സിദുന്ന ഫിൽ അർളി, നിങ്ങൾ ഷാം എന്ന് പറയുന്ന അനുഗ്രഹീത ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. തെറ്റുകുറ്റങ്ങൾ, ദോഷങ്ങൾ, അതിക്രമങ്ങൾ, അനീതികൾ എല്ലാം നിങ്ങൾ നടപ്പാക്കും. മർറത്തൈനി, 2 തവണ. അത് നിങ്ങളുടെ ജീവിതത്തിൽ 2 വട്ടം നിങ്ങൾ അക്രമത്തിന്റെ ആൾരൂപങ്ങളായി മാറും. വല തഅലുന്ന ഉലൂവൻ കബീറ, നിങ്ങൾ വലിയ മേൽക്കൊയ്മ നടിക്കുകയും ചെയ്യും. അതായത് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞങ്ങൾക്ക് വിചാരിച്ചതെല്ലാം, ഞങ്ങൾ ചിന്തിച്ചതെല്ലാം ഞങ്ങൾ നടപ്പാക്കുമെന്ന അഹങ്കാരത്തിന്റെ വല്ലാത്തൊരു ശൈലി നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ ആ 2 ഘട്ടങ്ങളിലെ ഒന്നാമത്തെ ഘട്ടം ഫൈസാ ജാ വഅദു ഊലാഹുമ, ആ 2ൽ നിന്നുള്ള ഒന്നാമത്തെ സമയമായാൽ, അതായത് നിങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ കുഴപ്പങ്ങളുടെ ഒന്നാമത്തെ ഘട്ടം നിങ്ങൾ ആരംഭിക്കുമ്പോൾ ബഅസ്ന അലൈക്കും, നിങ്ങളുടെ മേലിൽ നാം നിയോഗിക്കുന്നതാണ് ഇബാദല്ലന, നമ്മുടെ ചില അടിമകളെ. അടിമകൾ എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ വിധിവിലക്കുകളൊക്കെ പാലിച്ച് ജീവിക്കുന്ന അടിമകൾ എന്നൊന്നും ഇവിടെ അർത്ഥമല്ല. മറിച്ച് അല്ലാഹു തആല നിയമിക്കുന്ന ഒരു ടീം എന്ന് ഇവിടെ ഇബാദ് എന്ന് പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അല്ലാഹു തആല മുത്തുനബിനെ ഇസ്രാ നടത്തിച്ചപ്പോൾ പറഞ്ഞ അബ്ദ് എന്നൊന്നും പറഞ്ഞ് ആ അർത്ഥത്തിലുള്ള സാങ്കേതിക ശബ്ദമല്ല ഇവിടെ. മറിച്ച് കുറച്ച് ആൾക്കാരെ അല്ലാഹു എന്ത് ചെയ്യും? നിയോഗിക്കും എന്ന അർത്ഥമേ ഉള്ളൂ. ബഅസ്ന ഇബാദല്ലന, നമ്മുടെ ചില അടിമകളെ, ചില ആളുകളെ നമ്മൾ നിയോഗിക്കും. ഉലീ ബഅസിൻ ശദീദിൻ, അവർ കടുത്ത ശിക്ഷ നടപ്പാക്കാൻ കഴിവുള്ളവരായിരിക്കും. ബഹുമാനപ്പെട്ട ജലാലൈനി കാണാം, അതായത് അസ്ഹാബി ഖുവ്വത്തിൻ ഫിൽ ഹർബി വൽ ബത്ശി, ആളുകളെ പിടികൂടാനും അതേപോലെ തന്നെ യുദ്ധത്തിൽ ശക്തമായ ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാനും ഒക്കെ കഴിയുന്ന ആളുകളെ നാം നിയോഗിക്കും. അങ്ങനെ നിയോഗിച്ച് ആ സൈന്യം നിങ്ങളുടെ നാട്ടിലേക്ക് എത്തിയാൽ ഫജാസു ഖിലാലദ്ദിയാർ, വീടുകൾക്കിടയിലൂടെ അവർ നിങ്ങളെ അന്വേഷിച്ച് അങ്ങുമിങ്ങും നടക്കും. അതായത് എവിടെയൊക്കെയാണ് ഇസ്രയേലികൾ ഉള്ളത് എന്ന് തെരഞ്ഞുപിടിച്ച് നിങ്ങൾ അവർ കൊലക്കത്തിക്കിരയാക്കും. വക്കാന വഅദൻ മഫ്ഊല, അത് പ്രാവർത്തികമാക്കപ്പെടുന്ന വാഗ്ദാനം തന്നെയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ചുമ്മാ വർത്തമാനമല്ല, ഇത്തരത്തിലൊരു സംഗതി നടക്കാൻ പോകുന്നുണ്ട് എന്ന് അവരുടെ തൗറാത്തിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തു. അപ്പൊ വാസ്തവത്തിൽ ഇസ്രയേലികൾ ചിന്താശേഷിയുള്ളവരായിരുന്നുവെങ്കിൽ തൗറാത്തിൽ വന്ന ഈ നിർദ്ദേശം, അതിന്റെ ഗൌരവം ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ആ വിധം അഹങ്കാരികളാവരുത്, അതിക്രമികളാവരുത്, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാവരുത് എന്ന് ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു? അവര് ഈ പറഞ്ഞ തൗറാത്തിൽ അള്ളാഹു താക്കീത് നൽകിയ ആ തിന്മകൾ അങ്ങനെ തന്നെ ആവർത്തിച്ചു. ജലാലൈനിൽ കാണാം, വഖദ് അഫ്സദുൽ ഊലാ ബി ഖത്ലി സക്കരിയ, കണ്ടോ? സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൊന്നുകൊണ്ടാണ് ഒന്നാമത്തെ തവണ അവർ കുഴപ്പത്തിന് തുടക്കമിട്ടത്. അങ്ങനെ വന്നപ്പോ ഫബഅസ അലൈഹിം ജാലൂത വ ജുനൂദഹു, ജാലൂത്ത് എന്ന അക്രമിയെയും അതേപോലെ തന്നെ അയാളുടെ സൈന്യത്തെയും അള്ളാഹു അവർക്കെതിരെ നിയോഗിച്ചു. ഫഖതലൂഹും, അങ്ങനെ ആ ജാലൂത്തും അവന്റെ ആളുകളും ഇവരെ കൊന്നുകളഞ്ഞു. സബൗ ഔലാദഹും, പിന്നെ അവരുടെ കുട്ടികളൊക്കെ തടവുപുള്ളികളാക്കി പിടിച്ചു. ബൈത്തുൽ മുഖദ്ദസ് തകർത്തു. ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചത്, ആദ്യത്തെ തവണയാണ് ജാലൂത്തിനെ നിയോഗിച്ചത് എന്നാണ് ഇപ്പോ ജലാലൈനിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതിന് പിന്നെ വ്യത്യസ്തമായിട്ട് വീക്ഷണം പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം. ഏതായാലും ശരി, അല്ലാഹു തആല അവർക്കെതിരെ അതിശക്തമായ ശിക്ഷ നടപ്പാക്കാൻ പറ്റിയ ഒരു ടീമിനെ നിയോഗിച്ചു. അവരങ്ങേയറ്റം പരാജയപ്പെട്ടുപോയി ഇസ്രായേലികൾ. എന്നിട്ടോ സുമ്മ റദദ്നാ ലക്കുമുൽ കർറത, പിന്നീട് വീണ്ടും അധികാരം നിങ്ങളിലേക്ക് നമ്മൾ മടക്കി തന്നു. അതായത് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു അവസരം പിന്നീടും കുറച്ചു കാലത്തിന് ശേഷം, ഒരു 100 വർഷത്തിന് ശേഷം എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത്. 100 വർഷത്തിന് ശേഷം വീണ്ടും അധികാരം നിങ്ങളിലേക്ക് നമ്മൾ മടക്കി തരികയുണ്ടായി. വഅംദദ്നാകും ബി അംവാലിൻ വ ബനീൻ, സമ്പത്തും സന്താനങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകി നമ്മൾ സഹായിക്കുകയും ചെയ്തു. വജഅൽനാകും അക്സറ നഫീറ, നിങ്ങൾ വലിയൊരു സംഘ ശക്തിയുള്ളവരാക്കി നിങ്ങളെ നമ്മൾ മാറ്റുകയും ചെയ്തു. അങ്ങനെ മാറ്റിയിട്ട് നാം നിങ്ങളോട് പറഞ്ഞതെന്താണ്? ഇൻ അഹ്സൻതും, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ അനുസരിച്ച് നല്ലവരായി ജീവിക്കുകയാണെങ്കിൽ, അഹ്സൻതും ലിഅൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നന്മ പ്രവർത്തിക്കുന്നത്, അഥവാ അതിന്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിക്കാം. ഇനി വൈൻ അസൽത്തും, പഴയ പോലെ വീണ്ടും കുഴപ്പമുണ്ടാക്കിയിട്ട് തിന്മയിൽ പോകാനാണ് പണിയെങ്കിലോ ഫലഹ, അതിന്റെ ദുരിതവും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു.
പക്ഷെ അവർ അതിന്റേതായിട്ടുള്ള സ്പിരിറ്റിൽ അത് എടുത്തില്ല. വീണ്ടും അവർ പഴയ അഹങ്കാരത്തിലേക്ക് നീങ്ങി. അതാണ് ഫൈദാ ജാഅ വഅദുൽ ആഖിറ. രണ്ടാമത്തെ തവണ അവർക്കുള്ള വാഗ്ദാനത്തിന്റെ സമയമെത്തിയപ്പോൾ അവർക്ക് നേരെ നാം ചില സൈന്യത്തെ നിയോഗിച്ചു. ലിയസൂഉ വുജൂഹക്കും, അവർക്ക് കടുത്ത വേദന സമ്മാനിക്കുന്നതിനു വേണ്ടി. ആ വേദന അവരുടെ മുഖത്ത് തന്നെ പ്രകടമാകും വിധത്തിലുള്ള വേദനകളായിരുന്നു, അസഹ്യമായിരുന്നു, മറച്ചുവെക്കാൻ സാധിക്കാത്തതായിരുന്നു എന്നതുകൊണ്ടാണ് മുഖത്തെ മോശമാക്കാൻ എന്ന അർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞത്. അപ്പൊ അവർക്ക് വേദന സമ്മാനിക്കാൻ വേണ്ടി, അവർക്ക് ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ചില സൈന്യത്തെ നാം നിയോഗിച്ചു. അത് ബുഖ്തു നസർ എന്ന് പറയുന്ന ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ ആളുകളുമാണ് എന്നർത്ഥം. അങ്ങനെ അവരെ നിയോഗിച്ചത് ഇവർക്ക് ഇവർക്ക് വേദന സമ്മാനിക്കാനും വലിയ ദുഖുലുൽ മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിച്ച് അത് തകർക്കാനും. കമാ ദഖലൂഹു അവ്വല മർറത്തിൻ, ആദ്യത്തെ തവണ അവര് പ്രവേശിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ നേരത്തെ ജാലൂത്തും ടീമും വന്നിട്ട് ചെയ്തതുപോലെയുള്ള അതിക്രമങ്ങളൊക്കെ നടത്താൻ വീണ്ടും എന്ത് ചെയ്തു, മറ്റൊരു ടീമിനെ നമ്മൾ നിയോഗിച്ചു. വലിയുതബ്ബിറു മാ അലൗ തത്ബീറ, ഇവർ മേൽക്കോയ്മ നടിച്ച് കഴിച്ചുകൂട്ടിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ സംഗതികൾ അതിനെല്ലാം നശിപ്പിച്ചു കളയാനും വേണ്ടി ഒരു സൈന്യത്തെ നാം നിയോഗിച്ചു. കാരണം രണ്ടാമത് അവർ ചെയ്തത് എന്തായിരുന്നു? വഖദ് അഫ്സദു സാനിയൻ ബി ഖത്ലി യഹ്യ അലൈഹിസ്സലാമിനെ കൊന്നുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു കുഴപ്പത്തിന് തുടക്കമിടുകയാണ് ചെയ്തത്. അപ്പോ ആ വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഫബഅസ അലൈഹിം ബുഖ്തു നസർ, അവരിലേക്ക് ബുഖ്തു നസർ എന്ന ധിക്കാരിയായ ഭരണാധികാരിയെ അല്ലാഹു തആല നിയോഗിച്ചു. അങ്ങനെ ഫഖതല മിൻഹും ഉലൂഫൻ, ആയിരക്കണക്കിന് ഇസ്രായേലികളെ കൊന്നുകളയുകയും ആയിരക്കണക്കിന് കുട്ടികളെയൊക്കെ തടവുപുള്ളികളാക്കി പിടിക്കുകയും ബൈത്തുൽ മുഖദ്ദസ് തകർക്കുകയും ഒക്കെ ചെയ്തു അവർ. എന്നാൽ ആ ദുരിതങ്ങൾ അവർക്ക് സമ്മാനിക്കപ്പെട്ടതിന് ശേഷവും അല്ലാഹു തആല അവരുടെ ഗ്രന്ഥത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിങ്ങൾ നിരാശരാവണമെന്നല്ല, നിങ്ങൾക്ക് ഇനിയൊരു രക്ഷയില്ല എന്നല്ല. അസാ റബ്ബുക്കും അയ്യർഹമക്കും, ഈ രണ്ടാം ഘട്ടം ശിക്ഷ അനുഭവിച്ചതിന് ശേഷവും നിങ്ങൾ നന്നാവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാരുണ്യം ചെയ്തേക്കും. വൈൻ ഒട്ടും, ഇനി കുഴപ്പത്തിലേക്ക് തന്നെ വീണ്ടും നിങ്ങൾക്കൊരു സ്വാധീനം വരുമ്പോൾ നിങ്ങൾ മടങ്ങുകയാണെങ്കിലോ ശിക്ഷയിലേക്ക് നമ്മളും മടങ്ങും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകി. എന്നാൽ അതും പുലരുന്ന അവസ്ഥയാണ്. വഖദ് ആദു ബിതക്ദീബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിച്ചുകൊണ്ട് മദീന കാലഘട്ടത്തിൽ അവർ ഇതേ അവസ്ഥ വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ അവർക്ക് കടുത്ത ശിക്ഷ നടപ്പാക്കാനുള്ള സംവിധാനം അല്ലാഹു അവിടെയും ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരവസ്ഥയിലേക്ക് ആ സമൂഹമായി എന്നർത്ഥം. അவ்விധത്തിൽ അഹങ്കാരത്തിന്റെ ശൈലി സ്വീകരിക്കുന്നവർ വജഅൽനാ ജഹന്നമ ലിൽ കാഫിരീന ഹസീറ, ജഹന്നം എന്ന നരകത്തെ സത്യനിഷേധികൾക്കുള്ള ജയിലായി, അല്ലെങ്കിൽ അവരെ പൂട്ടിയിടാനുള്ള സ്ഥലമായി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു നരകത്തിൽ നമുക്ക് കാവൽ നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാം.